പൊട്ടിക്കൊണ്ട് നല്ലൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയാലോ. അപ്പോൾ ചോറിന് ഇത് മാത്രം മതി കേട്ടോ കഴിക്കാനായിട്ട്. ഞാനിവിടെ 2 ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 2 ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ചധികം തന്നെ പൊട്ടിക്ക എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പേര് പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെല്ലാം പോക്കിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതൊന്നും പിന്നെ എടുത്തിട്ടില്ല. പിന്നെ ഒരു ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചൂടായി കഴിഞ്ഞാൽ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. പിന്നെ വെളുത്തുള്ളി ചതച്ചത്, വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണ എല്ലാം ഒഴിച്ചു കൊടുത്തത് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പൊട്ടിക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവും കേട്ടോ. അതും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിൽ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇത് മൂടി വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്നതാണ്. അപ്പം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുത്തതാണ്. ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചോറിന് ഇത് കൂട്ടി കഴിക്കാനായിട്ട്. അപ്പോൾ ഉണ്ടാക്കി വെക്കാൻ എന്തായാലും നിങ്ങൾ മറക്കണ്ട. ഇനി അടുത്ത നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം. അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ പൊട്ടിക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മഞ്ഞൾപ്പൊടിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ വഴറ്റി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് വേവാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടിക്ക ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൊട്ടിക്കയുടെ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കാം. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു.